മീഡിയ ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹബീബ് MN. അർജുൻ ദൗത്യത്തിൽ കർണാടക സർക്കാരിന് കേരള മുഖ്യ പിണറായി വിജയൻ നന്ദി അറിയിച്ചു. ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും മുഖാമുഖം കൊമ്പുകോർത്തു. വയനാട് വിഷയത്തെ ചൊല്ലി പാർലമെന്റിലാണ് കഴിഞ്ഞ ദിവസം സംഭവം അരങ്ങേറിയത്. അൻവറിനെ തള്ളിപ്പറഞ്ഞു, പി ശശിയെ ചേർത്ത് പിടിച്ചു CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നു, അവസാനം വിട പറയേണ്ടി വന്നു. ആദരാഞ്ജലികൾ മമ്മൂട്ടി. പ്രിയപ്പെട്ട അർജുൻ, നിങ്ങൾ ഇനി മലയാളികളുടെ മനസ്സിൽ ജീവിക്കും. മഞ്ജു വാര്യർ. രാജ്യം കണ്ട ഏറ്റവും വലിയ തിരച്ചിലായിരുന്നു കർണാടകയിൽ നടന്നത്. VD സതീശൻ. ഞങ്ങളുടെ ജോലി ചെയ്തു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നന്ദി. കർണാടക MLA. ഒരു സംവിധായകനായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ക്ഷമിക്കേണ്ടതുണ്ട്. ഇതൊരു കൂട്ടുത്തരവാദിത്തമായി കാണേണ്ടതുമുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും ഒന്നുമല്ലല്ല. മീഡിയകളോട് ഒന്ന് ഒഴിഞ്ഞു പോകാൻ പറയേണ്ട അവസ്ഥയിലാണ് ഞാൻ. നിഖില വിമൽ. നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതിനിടയിൽ അപകടം. ബാങ്ക് ജീവനക്കാരി മരിച്ചു. തൃപ്പൂണിത്തുറയിലാണ് സംഭവം നടന്നത്. BSNLിലേക്ക് പോർട്ട് ചെയ്യാനും 4G സിം എടുക്കാനും ഇനി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട. ഓൺലൈൻ സംവിധാനം ഒരുക്കി BSNL. ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അവിടെ വരെ പോകുമെന്ന് വനം വകുപ്പ് ജീവനക്കാർ PV അൻവറിന് മറുപടി നൽകി. ഇസ്രായേൽ ലബനാൻ സംഘർഷം. മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാൻ US തയ്യാറെടുക്കും. വഴിയരികിൽ നിർത്തിയ സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിച്ച് യുവാക്കൾക്ക് പരിക്ക്. ലോറിക്കടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി 8 കിലോമീറ്ററാണ് ലോറി ഓടിയത്. MDക്ക് താല്പര്യമുണ്ട്, പാർട്ടി കഴിഞ്ഞ് അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു അനാർക്കലി. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. കാരണം നല്ല ഭക്ഷണം കിട്ടുന്നത് അപൂർവമാണ്. ഇനി കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും എവിടെയെല്ലാം നല്ല ഭക്ഷണം കിട്ടുമെന്നതിനെക്കുറിച്ച് ഇതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ട്രെയിനിൽ യാത്ര പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും പല ഫുഡുകൾ വാങ്ങിച്ചു കഴിക്കുന്നവരാണ് നമ്മൾ. 199 റെയിൽവേ സ്റ്റേഷനുകളുള്ള കേരളത്തിൽ നിന്നും 21 സ്റ്റേഷനുകളിൽ നിന്ന് മാത്രമാണ് സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന ക്യാമ്പയിന്റെ കൃത്യമായ പഠന റിപ്പോർട്ട് പ്രകാരം 7349 റെയിൽവേ സ്റ്റേഷനുകളുള്ള നമ്മുടെ ഇന്ത്യയിൽ സുരക്ഷിതമായി നമുക്ക് ഭക്ഷണം കഴിച്ചാലൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ളത് വെറും 114 സ്റ്റേഷനുകൾ മാത്രം. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. 199 സ്റ്റേഷനുകളുള്ള കേരളത്തിൽ സുരക്ഷിത ഭക്ഷണമുള്ളത് 21 സ്റ്റേഷനുകളിൽ. വെള്ളം, ശുചിത്വം, അറ്റകുറ്റപ്പണികൾ, ഭക്ഷണ സാധനങ്ങളുടെ പരിശോധന തുടങ്ങിയ കാര്യങ്ങളുടെ ഗുണനിലവാരത്തിനനുസരിച്ചാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. ഇനി കേരളത്തിൽ നിന്നും നമുക്ക് ഭക്ഷണ സുരക്ഷിതത്വം ഉറപ്പുള്ള സ്റ്റേഷനുകൾ ഇവയാണ്: പരപ്പനങ്ങാടി, ചാലക്കുടി, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് ജംഗ്ഷൻ, ചെങ്ങന്നൂർ, ഷൊർണൂർ ജംഗ്ഷൻ, തിരൂർ, വടകര, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, വർക്കല, കരുനാഗപ്പള്ളി, അങ്കമാലി, ആലുവ, തിരുവല്ല, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം. കേരളത്തിൽ ഈ 21 റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് മാത്രമാണ് സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കുന്നത്. കൂടുതലായും റെയിൽവേക്ക് ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക.